വെള്ളിയാഴ്ച വൈകുന്നേരം വാൽപ്പാറയിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് ആരുടെയും കരടലിയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു 4.5 വയസ്സുകാരി പെൺകുട്ടി റുസ്ന, അവളുടെ പേര്, അതിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ജാർഖണ്ഡ് സ്വദേശിനിയാണ്. ഒരാഴ്ചയോടെ ആയുള്ളൂ ഇവിടെ വാൽപ്പാറയിൽ എത്തിയിട്ട് അവർ ജോലിയുമായിട്ട്, അതിൻ്റെ അച്ഛനുമായിട്ട്. മനോജ് കുന്ത, അതുപോലെ തന്നെ അയാളുടെ ഭാര്യയും, അതായത് രണ്ടും ജാർഖണ്ഡ് സ്വദേശികളാണ്. അവർ ഇവിടെ ജോലിക്ക് വന്നു. ഇവിടെ ആ വീട്ടിൽ താമസം തുടങ്ങി. അപ്പോൾ അതെന്തോ വെള്ളം എടുക്കാനായിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വീട്ടിലേക്ക് ഈ അമ്മ കയറാൻ തുടങ്ങുമ്പോഴാണ് ഈ കുട്ടിയെ പെട്ടെന്നൊരു പുലി ചാടി വന്ന് പിടിച്ചിട്ട് ആ തേയിലത്തോട്ടത്തിലോട്ട് മറയുന്നത്. ഇവർ കിടന്ന് നിലവിളിച്ചു. ആളുകളൊക്കെ കൂടി. ആളുകളെല്ലാം നോക്കി തിരഞ്ഞു, ഒരുപാട് തിരഞ്ഞു. പെട്ടെന്ന് തന്നെ വിവരം പോലീസിനെ അറിയിച്ചു, വനപാലകരെ അറിയിച്ചു, ഫയർഫോഴ്സിനെ അറിയിച്ചു. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഇതിനെ കണ്ടു കിട്ടിയില്ല കേട്ടോ. ഇവരെല്ലാം വന്ന് തിരയുകയാണ്. അപ്പോൾ വനപാലകരും അതുപോലെ ഫയർഫോഴ്സും പോലീസും അതുപോലെ നാട്ടുകാർ, തോട്ടം തൊഴിലാളികളെല്ലാം അവിടെ എല്ലാം തിരഞ്ഞിട്ടും കാണാനില്ല. പോലീസ് അവസാനം ഈ സ്നിഫർ ഡോഗ്സിനെ കൊണ്ടുവന്നു മണം പിടിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെ മാറിയിട്ട് ഈ കുട്ടിയുടെ ഒരു വസ്ത്രത്തിൻ്റെ ഭാഗം, ചോര പുരണ്ട ഭാഗം കണ്ടു. അപ്പോഴത്തന്നെ എനിക്ക് മനസ്സിലായി, ഇത് പോക്കാണ്, ഇനി ഇതിനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ കുട്ടിയെ കാണാനില്ല. എന്നിട്ടും ആളുകൾക്ക് ഒരു ചെറിയ എങ്ങനെ മുറിവേറ്റം കാണാൻ എവിടെയെങ്കിലും കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഈ പുലി സാധാരണ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പുലി ആ ഇരയും കൊണ്ട് നേരെ അങ്ങ് മരത്തിൻ്റെ മുകളിൽ കയറാറുണ്ട്. അങ്ങനെ കാട് മാത്രമല്ല, താഴെ മാത്രമല്ല, അവർ മുകളിൽ മരങ്ങളും പരിശോധിക്കുകയാണ്. അപ്പോൾ കാട് കുറച്ച് അകലത്തിലാണുള്ളത്, അവിടെ തൊട്ടടുത്തൊന്നുമല്ല, കാരണം ഇതൊരു തോട്ടമാണ്. അപ്പോൾ അവിടെ എല്ലാം പരിശോധിച്ചു. അതിൻ്റെ ഇടക്കാടുകളുള്ള സ്ഥലങ്ങളിലെല്ലാം പരിശോധിച്ചു, ഒന്നും കിട്ടുന്നില്ല. അവസാനം ഇന്നലെ വൈകുന്നേരത്തോടെ കടേവർ നായ്ക്കളെ എത്തിച്ചു. കടേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ മനുഷ്യൻ ജഡം എവിടെ കിടപ്പുണ്ടോ അത് മണത്ത് കണ്ടുപിടിക്കാൻ ഈ നായകൾക്ക് കഴിവുള്ള പ്രത്യേകം ട്രെയിനിങ്ങുള്ള നായകളുണ്ട്. അതിനെ കടേവർ നായകളെന്ന് വിളിക്കും. കാരണം വലിയ അപകട സീനിലൊക്കെ ചിതറി മൃതദേഹങ്ങളൊക്കെ ദൂരെയൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടേവർ നായ്ക്കളെയാണ് കൊണ്ടുവരുന്നത്. കടേവർ നായ്ക്കളെ കൊണ്ടുവന്നതിന് ശേഷം അത് മണത്ത് അവസാനം കാടിനുള്ളിൽ നിന്നും ഇതിൻ്റെ മൃതദേഹത്തിൻ്റെ അതായത് പകുതി ഭക്ഷിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടുകിട്ടി. കുഞ്ഞിൻ്റെ പകുതിയോളം ഭാഗം പുലി തിന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് ഒരു കാര്യമുണ്ടായി. അവസാനം പിന്നെ ഈ മൃതദേഹം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം ഒന്നും നടത്തേണ്ട കാര്യമില്ല ഇതിനകത്ത് യഥാർത്ഥത്തിൽ, കാരണം ഒന്നുമില്ലല്ലോ. പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി ആയിട്ട് അത് അവർക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഈ അച്ഛനും അമ്മയും ചെറുപ്പക്കാരാണ് അവർ. ഈ കുട്ടിക്ക് 4.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ ഈ വളരെ ബുദ്ധിമുട്ടിലും വലിയ സങ്കടത്തിലുമാണ്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇതെന്താണെന്നറിയാം, ഞാനിത് പറയാൻ കാരണം ഇതിപ്പോൾ പൊടുന്നനെ ഉണ്ടായ ഒരു സംഭവമൊന്നുമല്ല. ഇതിനടുത്ത് തന്നെ പണ്ട് ഒരു 6 വയസ്സുകാരിയെ ഈ പുലി കടിച്ചു കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പുലി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കാട്ടിനകത്തല്ല, നമ്മളൊക്കെ നാട്ടിൽ ഇറങ്ങി സ്വൈരവിഹാരം നടത്തുകയാണ്. പുലി, കാട്ടുപോത്ത്, കാട്ടുപന്നി, കരടി കുഞ്ഞുങ്ങളുമായിട്ടൊത്ത് നാട് കാണാൻ ഇറങ്ങിയേക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുണ്ട് റോഡിലൂടെ. ഇത് സ്വൈരവിഹാരമാണ്. ഈ കാട്ടുപന്നികൾ കാരണം അതിനെയൊന്ന് കാട്ടുപന്നി ഇപ്പം വിളിക്കാൻ പറ്റത്തില്ല, കാരണം കാട്ടിനകത്തല്ല ഇതുള്ളത്, നാടിലാണ്. ഇപ്പം മനുഷ്യന് നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഒരു സ്വസ്ഥതയില്ല, ആ രീതിയായി. കാട്ടുപന്നികൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് 2 വിധത്തിൽ. ഒന്ന്, കാട്ടുപന്നികൾ എല്ലാ കർഷകരുടെയും കൃഷി മുഴുവൻ നശിപ്പിക്കും. അപ്പോൾ അത് കൂടാതെ അത് മുഴുവൻ കുത്തിമറിച്ച് നശിപ്പിക്കുകയാണ്. അത് പെറ്റി പെരുകി ഇങ്ങനെ ഇരിക്കുകയാണ്.
ഒരു പ്രസവത്തിലൊക്കെ 10ഉം 15ഉം കൊച്ചുങ്ങളൊക്കെയാണ് അതിന് കുഞ്ഞുങ്ങളാണുള്ളത്. അങ്ങനെ ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊല്ലാൻ പോയി കഴിഞ്ഞാലോ വലിയ പ്രശ്നമാണ്. വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, തീർന്നു. നമുക്ക് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്, അതായത് മുമ്പുണ്ടായിരുന്ന ഇപ്പോഴുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡ്, അത് IPC, ഇപ്പോൾ ഉള്ള ഭാരതീയ ന്യായ സംഹിത BNS, ഇത് പ്രകാരം മനുഷ്യർക്ക് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ നമ്മളെ കൊല്ലാൻ വന്നു, ഒരാൾ കൊല്ലാൻ വന്നാൽ നമുക്ക് അയാളെ കൊല്ലാം, അല്ലെങ്കിൽ അയാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പ്രൈവറ്റ് ഡിഫൻസ്, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി അതുപോലെ നശിപ്പിക്കാൻ വരുവാണ്, അപ്പോൾ പോലും അയാളെ കൊല്ലാനുള്ള അവകാശം നമുക്കുണ്ട്. ഈ രീതിയിലുള്ള അവകാശങ്ങളുള്ളപ്പോൾ അത് ചെറിയ കാര്യത്തിനൊന്നുമല്ല, വലിയ കാര്യമായിരിക്കണം, സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയിരിക്കണം. അതുകൊണ്ട് അപ്പോൾ അതിന് മനുഷ്യനെ കൊല്ലാനുള്ള അവകാശം വരെ പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. കൊല്ലുകയല്ല, അവരുടെ ജീവൻ എടുക്കാം, ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് പ്രൈവറ്റ് ഡിഫൻസ് മൂലം. അപ്പോഴാണ് നമ്മളെ പട്ടി അടിക്കാൻ വന്നാൽ പട്ടിയെ കൊല്ലാൻ പാടില്ല. തെരുവുനായ കടിച്ചാൽ തെരുവുനായെ കൊല്ലാൻ പാടില്ല, വലിയ പ്രശ്നമാണ് തെരുവുനായ കൊന്നാൽ. പിന്നെ കരടി വന്നു, അതിനെയും കൊല്ലാൻ പാടില്ല, നമ്മളെ കൊല്ലും, അത് വേറെ കാര്യം. പുലി വന്നു, നമ്മൾ നിന്ന് കൊടുക്കണം വിനീത വിധേയനായിട്ട്. കാരണം പുലിയൊക്കെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞ വന്യമൃഗങ്ങളാണ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ ഈ നാട്ടിലിറങ്ങി സ്വൈരവിഹാരം നടത്തുകയാണ്. ഈ പറയുന്നതൊക്കെ കടുവ എത്ര പേരെയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്? കാട്ടുപോത്തിൻ്റെ ആക്രമം, അത് ഈ കാട്ടുപന്നിയാണെങ്കിൽ ഈ കൃഷി നശിപ്പിക്കുന്നത് കൂടാതെ മനുഷ്യനെ ഇത് വെട്ടും, ആ രീതിയാണ്. അതുപോലെ അത് കൊലപ്പെടുത്തും, വളരെ വലിയ അപകടകാരിയായ ജീവിയാണ്. ഇതിനെയൊന്നും കൊല്ലാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്, പക്ഷേ അത് മനുഷ്യരെ കൊല്ലാനുള്ള അവകാശമേ നമുക്കുള്ളൂ, മനുഷ്യരുടെ ജീവൻ എടുക്കാൻ. അല്ലാതെ ഈ വന്യമൃഗങ്ങളുടെ ജീവൻ എടുത്തു പോയാൽ തീർന്നു ഇടപാട്. മനുഷ്യൻ്റെ അപ്പം മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ ചിരി വരുന്ന കാര്യമല്ലേ നമുക്കിത്. ഇത് കാട്ടിൽ നിന്നിറങ്ങി വന്ന് ഇപ്പോൾ കാട്ടിൽ കയറി ഒരു വന്യമൃഗത്തിനെ വെടിവെച്ച് കൊന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ കൊലപ്പെടുത്തിയെന്നിരിക്കട്ടെ, അതിന് വേണമെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ, നിയമം ഉണ്ടായിക്കോളൂ, അല്ലെങ്കിൽ അയാളെ ജീവപര്യന്തം പിടിച്ച് ജയിലിലിട്ടോളൂ, കാട്ടിൽ കയറി. പക്ഷെ വനത്തിലല്ലാതെ നാട്ടിൽ വാസസ്ഥലത്ത് വന്ന് ഒരാൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ കൊല്ലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ജീവിയെ കൊല്ലാനുള്ള അവകാശം നമുക്ക് തരേണ്ടതൊരു മര്യാദയല്ലേ? അപ്പോൾ നിയമത്തിൽ അതില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? ഇനി ഇതെല്ലാം പോട്ട്. അപ്പോൾ നമ്മൾ കണ്ടത് ഈ അടുത്ത സമയത്ത് മൂന്നാറിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു തെരുവ് നായ 50 പേരെയാണ് കടിച്ചത്. എന്നിട്ട് അത് പോയി കിടന്ന് ചത്തു. എന്താ പറയുക, റാബിസാണ്, പേവിഷബാധയാണ്, അതിന് ചത്തുപോയി. അപ്പോൾ ഇത് കഴിഞ്ഞു. ഈ പേവിഷബാധയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് വാക്സിൻ എന്ന് പറയുന്നത് ആൻറ്റി റാബിസ് വാക്സിൻ ഉണ്ട്, അത് എടുക്കണം നമുക്ക്. അതിൻ്റെ കൂടെ ഇമ്മ്യൂണോ ഗ്ലോബലിൻ എന്ന് പറയുന്ന ആ മരുന്ന് എടുക്കണം. അതിന് 3500 രൂപയാണ് വില. അപ്പോൾ ഇതെല്ലാം സഹിച്ച് ചിലപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ഇത് വെറുതെ കിട്ടിയെന്നിരിക്കും. എന്നാലും ഗവൺമെൻറ്റിന് എത്ര രൂപയാണ് നഷ്ടം വരുന്നത് അതിനകത്തൊന്ന് ആലോചിക്കണ്ടേ? എന്നിട്ട് ഇത് എടുത്തിട്ട് എത്ര പേര് മരിച്ചു പോന്നു ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ, കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിന് ഡോക്ടേഴ്സ് ഒരുപാട് ന്യായം പറയും, കുറ്റമല്ല. കാരണം ഇത് ബ്രെയിനിലേക്ക് പോവുകയാണ്, സ്പൈനൽ കോഡ് വഴി നേരെ ഞരമ്പിനകത്ത് നാഡികളിൽ കയറി നാഡീവ്യൂഹത്തിനെ ബാധിച്ച് നേരെ അങ്ങ് തലച്ചോറ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്ന് ഫലിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം അപ്പം മുഖത്തെങ്ങനെ കഴുത്തി കടിയേറ്റാലൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അല്ലെങ്കിൽ അത്രത്തോളം ആഴമുള്ള കയ്യിലെങ്ങാണം ഏറ്റാൽ പോലും ഇത് പെട്ടെന്ന് ട്രാവൽ ചെയ്ത് ഈ നാഡീവ്യൂഹത്തിലൂടെ നെർവിലൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്കാണ്. ഇത് അങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈറസ്, അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ മരുന്ന് പലപ്പോഴും 100% ഫലപ്രദം അല്ല. അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതെടുക്കാതിരിക്കാൻ പറ്റുമോ? എടുത്തേ പറ്റുള്ളൂ. എടുത്തില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അത് തടയണമെന്നുണ്ടെങ്കിൽ പട്ടിയും കൂടെ വിചാരിക്കണം, അതാണ് കാര്യം. ഈ നായയെ കൊല്ലാൻ പാടില്ല. കാരണം ഇവിടെ നായസ്നേഹികളെന്ന് പറയുന്ന, അതായത് തെരുവ് നായ്ക്കളെ സ്നേഹിക്കുന്ന കുറേ എണ്ണം ഇനി ഇറങ്ങിയിട്ടുണ്ട്, വേഷമിട്ടുണ്ട്. തെരുവ് നായ്ക്കൾ അവരെ അതിൻ്റെയൊക്കെ വീട്ടിൽ കൊണ്ടിട്ട് സംരക്ഷിക്കട്ടെ ഇറങ്ങി നടക്കുന്നവർ, അത് ചെയ്യട്ടെ. അല്ലാതെ ഇതേപോലെ പാവങ്ങളെ കടിച്ചു കീറാനാണോ വേണ്ട? ഇന്നലെ മെനഞ്ഞാന്ന് പോലും 50 പേരെ കണ്ട കടിച്ചേക്കുന്ന ഒരു പട്ടി, അതും വീണി ചത്തു. ഇതേപോലെ ഇപ്പോൾ ധാരാളമുണ്ട് കേട്ടോ. ഇതിനെ ഇപ്പോൾ എന്താണെന്നറിയോ, ഒരു ഉട്ടോപ്യൻ ഐഡിയയും കൊണ്ട് ഇറങ്ങിയേക്കുന്നത്, ഇതിനെയൊക്കെ വന്ധ്യം കരിച്ചാൽ നായ കടിക്കത്തില്ലേ? വന്ധ്യം കരിച്ചു കഴിഞ്ഞാൽ നായയ്ക്ക് പേവിഷബാധ വരുത്തില്ലേ? അപ്പോൾ ഇത് പറയുന്നതിൽ എന്തെങ്കിലും ഇനി
കാലങ്ങൾ കഴിയുമ്പോൾ അത് വന്ധ്യംകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം ഉണ്ടാവത്തില്ലെന്ന്. ഇന്നലെയും പട്ടിക്കുട്ടി ഓടി നടക്കുന്ന ഞാൻ കണ്ടു തെരുവിലൂടെ, ഞാൻ നടക്കാൻ പോയപ്പോൾ. അപ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് സെൽഫ് ഡിഫെൻസിനുള്ള വടിയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ പോയി കഴിഞ്ഞാൽ അത് ഞാൻ നിവർത്തത്തില്ല. ആ വടി ഞാൻ വീശിയാൽ അത് നിവരും. എന്നെ കടിക്കാൻ വന്നാൽ ഞാൻ അടിക്കും. ഇനി എന്നെ ജയിലിൽ പിടിച്ചിട്ടാലും ശരി, അടിക്കാൻ കൊല്ലും എന്നെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ. എന്നെയും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒന്നിച്ചാൽ നടക്കുമ്പോൾ കടിക്കാൻ വന്നാൽ ഞാൻ അടിക്കും. അത് മനുഷ്യനെ അടിക്കും, പിന്നല്ലേ ഇനി ഉപദ്രവിക്കാൻ വന്നാൽ. പിന്നെ അന്നോ തെരുവ് നായേ. എനിക്ക് ആ കാര്യമൊന്നുമില്ല. ഈ തെരുവ് നായ്ക്കളെ ഉണ്ടല്ലോ, ഇതിനെ കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇപ്പം നമ്മൾക്ക് കോഴിയെ കൊല്ലാം, ആടിനെ കൊല്ലാം, അത് ഭക്ഷിക്കാനായിട്ട്. കോഴി ദിവസം തോറും ആളുകൾ ചിക്കൻ കഴിക്കത്തില്ലേ, മട്ടൺ കഴിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. ബീഫ് എന്ന് പറയുമ്പോൾ കാള എന്ന് പറയുന്നത് ഉന്നത കുലജാതനായതുകൊണ്ട് അതിനെ കഴിക്കാൻ പാടില്ല. പക്ഷേ പോത്തിന് കഴിക്കാം, ബീഫ്, ഇതൊന്നും കുഴപ്പമില്ല, ഇതെല്ലാം തരും. പക്ഷേ നായെ കൊല്ലാൻ പാടില്ല. നാഗാലാൻഡിൽ നിന്നൊരു പ്രോജക്റ്റിന് തന്നെ അവർ ഒരുക്കമാണ്. നാഗന്മാർ തിന്നും, ഇഷ്ടംപോലെ തിന്നും, അവർക്ക് വലിയ ഇഷ്ടമാണ് നാഗാലാൻഡിലെ ആളുകൾ. നാഗ റെജിമെൻറ്റ് മിലിറ്ററിയുടെ എവിടെ ഉണ്ടെങ്കിലോ, ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ വന്നു, അതിൻ്റെ പരിസരത്തെങ്ങും ഓരോറ്റ തെരുവ് നായയില്ല. അതിൻ്റെ കാരണം എന്താ പറയുക, ഇവരുടെ ഇഷ്ടഭോജ്യമാണ്. അവർ എവിടെ കണ്ടാലും പിടിച്ച് അതിന് ശരിയാക്കും. ഈ പട്ടികൾക്ക് ബോധമുള്ളതുകൊണ്ട് ഈ ഫിലിപ്പിനോകൾ താമസിക്കുന്നതിൻ്റെ പരിസരത്തെങ്ങും നായയല്ലത്തില്ല. അതിനറിയാം ഇവർ തിന്നുമെന്ന്. അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സെൽഫ് ഡിഫെൻസിനുള്ള ഏത് ഒരു അര അടി, ഒരു മുക്കാലടിയോളം നീളമുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് വീശിയാൽ നല്ല നീളമുള്ള വടിയാവും നല്ലതായിട്ട്. അതെൻ്റെ കൈ ഇരിക്കുന്ന അടച്ചു വെച്ചേക്കാണ്. പക്ഷെ പട്ടിക്ക് ഇത് നല്ല ബോധമുണ്ട്. എന്നെ കാണുമ്പോൾ വിനീത വിധേയരായിട്ട് ഈ നായ്ക്കൾ അത് ഒരൊറ്റത്തോടെ വഴി ഞങ്ങൾ പോകും. ഞങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇനി പിടിച്ച നായാണെങ്കിലോ അതിന് ബോധമില്ലാത്തതാണ്, അത് വന്ന് കടിക്കും നമ്മളെ. അപ്പോൾ ഇതിനെയൊക്കെ ഒഴിവാക്കുക, ഉന്മൂലനം ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. ഇതിനെ ഈ മൃഗസ്നേഹികളെന്നും പറഞ്ഞ് ഈ പട്ടി സ്നേഹികൾ ഇനി ഇറങ്ങുന്നില്ലേ? എന്താ കാര്യം എന്നറിയാമോ? ഒരു വർഷം നമ്മുടെ രാജ്യത്ത് 2800 കോടി രൂപയുടെ ഈ മരുന്ന് ചിലവാകും. ആൻറ്റി റാബീസ് വാക്സിൻ, ഇമ്മ്യൂണോ ഗ്ലോബലിന് ഉൾപ്പെടെ ചിലവാണ്, വേണം, അത്രയും വേണം. സർക്കാരിൻ്റെ കാശ് പോകുന്നതാണ്, പാവങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പണമാണ്. ഇത് പോകും. നമ്മുടെ സ്റ്റേറ്റിൽ ഇതിൽ വളരെ കൂടുതലാണ്. ഇതിൻ്റെ നല്ലൊരു ഭാഗം ഇവിടാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ ഇതിനെയൊക്കെ കൊല്ലും, ഒരു കുഴപ്പമില്ല, അവിടെ ഒന്നും ഇതുപോലെ ആരും ചോദിക്കത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ സാക്ഷരതയെ വളരെ മുൻപന്തി നിൽക്കല്ലേ. അതുകൊണ്ട് പട്ടി സ്നേഹികൾ ഇനി ഇറങ്ങിക്കല്ലേ, കൊണ്ടിറങ്ങ്. ഇതിൻ്റെ പുറയിലൊക്കെ എന്താണെന്നറിയാമോ? ഈ വാക്സിൻ കമ്പനികൾ തമ്മിൽ വലിയ കടമത്സരമാണ്, വലിയ ഹൈലി കോമ്പറ്റേറ്റീവ് ബിസിനസ്സാണ്. അവർ ഇഷ്ടം പോലെ പണം ഇതിന് ഈ രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2800 കോടി രൂപ ഇതിനിടെ മരുന്ന് മൊത്തം കൂടെ വിൽക്കുമ്പോൾ അതിൽ നിന്ന് 280 കോടി രൂപ വെളിയിൽ കൊടുത്താൽ എന്താ കുഴപ്പം? അതുമൊക്കെ വാങ്ങിച്ച് പോക്കറ്റ് വെച്ചിട്ടാണ് ഈ ഇറങ്ങുന്നത്, പട്ടി സ്നേഹവും കൊണ്ട് കേട്ടോ. പിന്നെ ചിലർ ബോധമില്ലാത്തവർ ചിലർ ഇറങ്ങാറുണ്ട്. അല്ലാതെ നേരെയൊവേ ഇതിന് ഇറങ്ങുന്നവരെല്ലാം ഇതാണ്. ഈ ആനസ്നേഹം ചിലർക്ക് വരാറുണ്ട്, ഭയങ്കര ആനസ്നേഹം. ആനകളൊക്കെ ഇപ്പോൾ എന്തുമാത്രം കൂടുതലാണ്. ആനകളെല്ലാം ഇനി കളിക്കാൻ ഇറങ്ങുന്നത് ഇവിടല്ലേ. താണ്ടേ ഇന്ന് തന്നെ ആനക്കുട്ടിക്ക് ഒരു പിടിയാന നിന്ന് അതിന് പാല് കൊടുക്കുന്നു റോഡിൽ. എന്നിട്ട് അതിൽ മനുഷ്യർക്കൊന്നും പോകത്തില്ല, അത് വിരട്ടുകയാണ്. ആ രീതിയിലാണ് കാര്യം. കാട്ടിനകത്ത് അതിന് വേണ്ടിപ്പോൾ എല്ലാ നാട്ടിലാണ് മുഴുവൻ. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മറുമരുന്ന് കണ്ടുപിടിക്കണം. വന്യമൃഗങ്ങളെന്ന് പറയുന്ന വനത്തിലാണ്, നാട്ടിലല്ല. നാട്ടിലായാൽ ഇത് വന്യമൃഗമാകുമോ? വൈൽഡ് ലൈഫ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ തന്നെ മാറ്റണം. ഇതിനെയൊക്കെ ഉണ്ടല്ലോ, മനുഷ്യന് നേരിടാമെങ്കിൽ ഇതിനെ നേരിടാൻ ഉള്ള ഒരു അവകാശം മനുഷ്യർക്ക് കിട്ടേണ്ടതല്ലേ, നമ്മൾ ചിന്തിക്കണം. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഉണ്ടല്ലോ, ആ റുഷ്ന എന്ന് പറഞ്ഞ അതിൻ്റെ കഷ്ടം, അതിനെ ഓർത്ത് ഞാൻ വിലപിക്കാനേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. ആ ജാർഖണ്ഡ് സ്വദേശികൾ, ആ പാവങ്ങൾക്ക് അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. എത്ര പേരാണ് ഇതുപോലെ നഷ്ടപ്പെടുന്നത്? എത്ര പേരെ കടുവ കടിച്ചു കൊന്നിട്ടുണ്ട്? എത്ര പേരെ ആന ചവിട്ടി കൊല്ലുന്നു? ഇതിന് അവർക്ക് 10 ലക്ഷം രൂപ കൊടുത്താൽ അവരുടെ വേദന മാറുമോ? ചിന്തിക്കണം, ശരിയായി പ്രവർത്തിക്കണം.